കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സാപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. കൂടാതെ ചാനലിൽ ഒരുപാട് എക്സ്ക്ലൂസീവായിട്ടുള്ള മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക. എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ലിങ്ക് അയച്ച് തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ പുതിയ ഒരു ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 നമുക്കറിയാം ഇലക്ട്രോണിക് എവിഡൻസുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന 2(1)D പ്രകാരം ഡോക്യുമെൻ്റ് എന്ന് പറയുന്നതിന് ഒരു നിർവചനവും അതിൻ്റെ എക്സ്പ്ലനേഷനും ആ നിയമത്തിൽ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ്: ഡോക്യുമെന്റ്സ് മീൻസ് എനി മാറ്റർ എക്സ്പ്രസ്ഡ് ഓർ ഡിസ്ക്രൈബ്ഡ് ഓർ otherwise recorded upon any substance by means of letters, figures or marks or any other means or by more than one of those means intended to be used or which may be used for the purpose of recording that matter and includes electronic and digital records എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്ത് സംഭവം എന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴും കൊടുക്കുന്ന ഡോക്യുമെൻറ്റുകളുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്തോ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയണത്. ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെയാണ്: എ റൈറ്റിംഗ് ഈസ് എ ഡോക്യുമെൻറ്റ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു കടലാസിൽ എഴുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് ഡോക്യുമെൻ്റായിട്ട് പരിഗണിക്കും എന്നാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് വേർഡ്സ് പ്രിൻറ്റഡ്, ലിത്തോഗ്രാഫ്ഡ് ഓർ ഫോട്ടോഗ്രാഫ്ഡ് ആർ ഡോക്യുമെൻറ്റ്സ്. അതായത് ഏതെങ്കിലും വേർഡ്സ് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡോക്യുമെൻ്റായിട്ട് പരിഗണിക്കും. ലിത്തോഗ്രാഫ്ഡ് നമുക്കറിയില്ല, അച്ചടി മാധ്യമങ്ങളിൽ വരുന്ന സംഭവം ലിത്തോഗ്രാഫി. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ഫോട്ടോ ആയിട്ട് എടുത്തിട്ടുള്ളതും എന്താണ് ഡോക്യുമെൻ്റായിട്ട് പരിഗണിക്കുമെന്നാണ് പറയണത്. മൂന്നാമത് പറയുന്നത് എന്താണ്? എ മാപ്പ് ഓർ പ്ലാൻ ഈസ് എ ഡോക്യുമെൻ്റ്. ഏതെങ്കിലും ഒരു മാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, മാപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ഡോക്യുമെൻ്റായിട്ട് പരിഗണിക്കും. നാലാമതായിട്ട് പറയുന്നതാണ് ആൻ ഇൻസ്ക്രിപ്ഷൻ ഓൺ എ മെറ്റൽ പ്ലേറ്റ് ഓർ സ്റ്റോൺ ഈസ് എ ഡോക്യുമെൻ്റ്. ഏതെങ്കിലും തരത്തിലുള്ള എഴുത്തുകുത്തുകൾ അതൊരു മെറ്റൽ പ്ലേറ്റിൽ ആണെങ്കിലും, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ തകിടിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും ചില രേഖകൾ നമ്മൾ ശിലാശാസനം എന്നൊക്കെ പറയാറില്ല, അശോകൻ്റെ ശിലാശാസനം എന്നൊക്കെ പറഞ്ഞ പോലെ മെറ്റൽ പ്ലേറ്റുകളിലോ അല്ലെങ്കിൽ കല്ലുകളിലോ നമ്മൾ എന്തെങ്കിലും രേഖപ്പെടുത്തി വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു ഡോക്യുമെൻ്റായിട്ട് സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ ചില അമ്പലങ്ങളിലേക്കും പോവുകയാണെങ്കിൽ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, കല്ലുകളിലൊക്കെയാണല്ലേ അത് രേഖപ്പെടുത്തി വയ്ക്കാറുള്ളത്. അങ്ങനെ അത് സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അഞ്ചാമതായിട്ട് പറയുന്നത് എ കാരിക്കേച്ചർ ഈസ് എ ഡോക്യുമെൻ്റ്. കാരിക്കേച്ചറായിട്ട് നമ്മൾ വരയ്ക്കുന്ന എന്തെങ്കിലും ഒരു സംഗതി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡോക്യുമെൻ്റായിട്ട് പരിഗണിക്കും എന്നാണ് അവർ പ്രത്യേകം പറയുന്നത്. ഇനി അടുത്ത പോയിന്റ്, ആറാമത്തെ പോയിന്റ്, ആൻ ഇലക്ട്രോണിക് റെക്കോർഡ് ഓൺ ഇമെയിൽ. ഇനി ശ്രദ്ധിക്കുക, ഇമെയിൽ മനസ്സിലായില്ലേ? സെർവർ ലോഗ്സ്, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന ടൈമാണ് സെർവർ ലോഗ്സ്. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് ഓൺ കമ്പ്യൂട്ടറിലുള്ള ഡോക്യുമെൻറ്റ്സ്. ലാപ്ടോപ്പ് ഡോക്യുമെൻറ്റ്സ് ഓൺ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഓർ സ്മാർട്ട് ഫോൺ. കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും സ്മാർട്ട് ഫോണിലും കാണപ്പെടുന്നതും എന്ത് തന്നെയാണ് ഡോക്യുമെൻ്റായിട്ട് പരിഗണിക്കും. മെസ്സേജസ്, നമ്മൾ അയക്കുന്ന SMS മെസ്സേജുകൾ, വാട്സപ്പ് മെസ്സേജുകളൊക്കെയും വോയിസ് നോട്ട്സ് ഇതൊക്കെയും ഡോക്യുമെൻ്റായിട്ട് പരിഗണിക്കും. വെബ്സൈറ്റിൽ കാണപ്പെടുന്ന കാര്യങ്ങളും ഡോക്യുമെൻ്റായിട്ട് പരിഗണിക്കും. ലൊക്കേഷൻ എവിഡൻസ്, നമ്മൾ എവിടെയാണ് എന്താണ് എന്നുള്ളതൊക്കെയും അറിയുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലൊക്കേഷൻ എവിഡൻസുകളുണ്ടല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പ്, മൊബൈൽ ഫോണൊക്കെ ഉണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എവിടേക്കാണ് സഞ്ചരിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഹിസ്റ്ററി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കിട്ടുന്ന ലൊക്കേഷനും എന്താണ് എവിഡൻസായിട്ട് പരിഗണിക്കും. അതുപോലെ തന്നെ മൊബൈൽ ടവർ ലൊക്കേഷൻസ് ഓക്കെ, അങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളും ലൊക്കേഷൻസായിട്ട് പരിഗണിക്കും. പിന്നെ നമ്മൾ ഏതെങ്കിലും ലോഡ്ജിൽ താമസിക്കുന്നതോ ഹോട്ടലിൽ താമസിക്കുന്നതോ അതൊക്കെയും എന്താണ് എവിഡൻസായിട്ട് പരിഗണിക്കുന്നതാണ് പറയുന്നത്. ആൻഡ് വോയിസ് മെയിൽ മെസ്സേജസ്, നമ്മൾ വോയിസ് ആയിട്ട് അയക്കുന്ന
ഏതെങ്കിലും തരത്തിലുള്ള വാട്സപ്പ് വഴിയൊക്കെ നമ്മൾ വോയിസ് മെസ്സേജുകൾ അയക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ ഫോൺ വഴിയുള്ള ഓഡിയോ കോൾസ്, ഇതൊക്കെയും എന്ത് തന്നെയാണ്, ഡോക്യുമെൻ്റ് ആണ്. പിന്നെ ആൻഡ് വോയിസ് മെയിൽ മെസ്സേജസ് സ്റ്റോർഡ് ഓൺ ഡിജിറ്റൽ ഡിവൈസസ് ആർ ഡോക്യുമെൻ്റ്. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നമ്മൾ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ഡിവൈസിൽ, അത് പെൻഡ്രൈവ് ആകാം, ഫ്ലോപ്പി ഡിസ്ക് ഇപ്പോൾ അവൈലബിൾ അല്ലല്ലോ, പെൻഡ്രൈവിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്, ഡോക്യുമെൻറ്റുകളായിട്ട് കോടതി പരിഗണിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഫാമിലി കോടതിയും അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ മാന്യമായ രീതിയിൽ ഫോണിൽ കൂടെ സംസാരിക്കുക. നമ്മുടെ വികാരങ്ങളൊക്കെയും ഇനി ഫോൺ വഴി പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീഡിയം വഴി പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ അതൊക്കെയും ബുദ്ധിമുട്ടാകും, ഡോക്യുമെൻ്റായിട്ട് പരിഗണിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് പരമാവധി സംഭാഷണങ്ങൾ നേരിട്ട് സംസാരിക്കുക. ക്രൂഷ്യലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പരസ്പര സമ്മതത്തോടു കൂടി തന്നെ റെക്കോർഡ് ചെയ്യാം. കാരണം അത് തെളിവാകും എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡോക്യുമെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ ഇനി ഇതിൻ്റെ 2D കഴിഞ്ഞ 2DE വരുന്നുണ്ട്. ഇയിലാണ് എവിഡൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അതെന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ CCTVയിൽ വരുന്ന ഡോക്യുമെൻറ്റുകളുണ്ടല്ലോ, അതിൻ്റെ ഫൂട്ടേജ്, ഈ CCTV ഫൂട്ടേജും ഇപ്പോൾ പറയുന്നുണ്ട് അവർ തെളിവായിട്ട് സ്വീകരിക്കും എന്നുള്ളത്. പിന്നെ ഈ ക്ലൗഡ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഈ ക്ലൗഡായിട്ട് എടുക്കുന്ന കാര്യങ്ങളും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എവിഡൻസ് ആയിട്ട് പരിഗണിക്കും എന്ന് പറയുന്നുണ്ട്. ഈ ക്ലൗഡ് സിസ്റ്റത്തിലേക്കും വരുന്നതാണ് നമ്മുടെ ഈ AI ക്യാമറയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള റെക്കോർഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു എവിഡൻസ് ആയിട്ട് കോടതിക്ക് ട്രീറ്റ് ചെയ്യാം എന്ന് തന്നെയാണ് പറയണത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എഴുതുമ്പോൾ അവർ പറയുന്ന മറ്റൊരു പോയിന്റും കൂടി ഉണ്ട്. നമ്മുടെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു കൈയക്ഷരം പരിശോധിക്കുന്ന എക്സ്പെർട്ടിനെ വെച്ചുകൊണ്ടൊക്കെ ചെക്ക് ചെയ്യാം. ഒപ്പിൻ്റെ കാര്യങ്ങളൊക്കെയും പ്രത്യേകം ശ്രദ്ധിക്കുക. ചെക്കിലൊക്കെ ഒപ്പിടുമ്പോൾ കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് ഒപ്പിടാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഡോക്യുമെൻറ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. ബൈ.